ഇത് ഇത്രയും ഞാൻ വിശദമായി പറഞ്ഞതിന്റെ കാരണം തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും നന്നായി തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങയുടെ അഭിപ്രായം അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ തെറ്റാണെന്നും തെറ്റിദ്ധാരണ പ്രതിപക്ഷം പറഞ്ഞത് സിസ്റ്റം എററാണെന്ന് പ്രതിപക്ഷം പറഞ്ഞത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം സിസ്റ്റർ എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ്. ഒന്നാമത്തെ കാര്യം ഏത് കാര്യത്തിലാണ്? ഈ കാര്യത്തിലല്ല. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ എററായ സിസ്റ്റം ഇതുവരെ ശരിയായിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, ഈ ഒന്നാമത്തെ കാര്യം സുനിലേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, മരിച്ചയാൾ മരിക്കുന്ന ദിവസം പകലാണ് സുഹൃത്തിനെ ഈ ശബ്ദ സന്ദേശം അയക്കുന്നത്. അയാൾക്ക് കിട്ടുന്ന ചികിത്സയെക്കുറിച്ച് ഒരു ബോധ്യപ്പെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഇത് പറയില്ലെന്നേ. അദ്ദേഹത്തോട് റൂഡായിട്ടും മോശമായിട്ടും നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല, ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. ഇതിലൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളിലേക്കല്ല പോകേണ്ടത്. ഈ മരിച്ച ആളും ആ കുടുംബവും അനുഭവിക്കുന്ന കാര്യമുണ്ട്. അതിനോട് നമ്മൾ കുറച്ചുകൂടി മനുഷ്യത്വത്തോട് അല്ലല്ല. അപ്പോൾ മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളുടെ എണ്ണം പറയുകയും ഇത്ര അന്നത്തെ കാലത്തില്ല ഇന്നത്തെ കാലത്തുണ്ട് എന്ന എണ്ണം എടുക്കുകയും ഇതാണ് ഒരു മിനിറ്റ് ആരോഗ്യമന്ത്രി കെട്ടിടം വീണപ്പോഴും പറഞ്ഞത് ഇതാണ്. യുഡിഎഫ് കാലത്തെ കെട്ടിടത്തിന്റെ കണക്ക് പറയുന്നു, ഞങ്ങളുടെ കാലത്തെ കണക്ക് പറയുന്നു. ഈ കണക്കല്ല ഇവിടെ വേണ്ടത്. വസ്തുതകൾ പറയുമ്പോൾ കണക്ക് വേണ്ടെന്ന് അല്ല, ഇവിടെ കണക്കല്ല. ഇവിടെ മനുഷ്യത്വത്തോടു കൂടി ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ കുടുംബം ആ വിഷമം പറയുമ്പോൾ ആ മരിച്ചയാൾ മരണമൊഴി നൽകുമ്പോൾ അതിനോടാണ് നമ്മൾ അല്ലാതെ മെഡിക്കൽ കോളേജ് സംവിധാനം ഉയർന്നോ ഇല്ലേ എന്നുള്ളതല്ല. ഒന്നാമത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ ആരും ഇവിടെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നില്ല. വർക്കിംഗ് ആവേഴ്സ് എത്ര കൂടുതലാണെന്നും അവർക്ക് കൂടുതൽ സ്റ്റാഫിനെ കൊടുക്കുന്നില്ല എന്നുള്ളതും ശമ്പളം കുടിശ്ശികയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമരത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഒരു മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബുള്ള ഒരു മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ സിസ്റ്റം എറർ ആണെന്ന് സ്മൃതി പറഞ്ഞത് എന്തുകൊണ്ടാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യത്വത്തിന്റെ കാര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യരുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമാണ്. ഞാൻ സംസാരിക്കുന്ന സാങ്കേതികത അങ്ങ് പറഞ്ഞു. മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാങ്കേതികത്തിൽ മറുപടി പറഞ്ഞോളൂ. പക്ഷേ അത് തെറ്റിദ്ധരിപ്പിക്കൽ മാറ്റലാണെന്ന് പറയുന്നത്. ഒരു നിമിഷം സ്മൃതി, 17 ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാർ ആരെങ്കിലും കൈക്കൂലി വാങ്ങിച്ചു എന്ന് സ്മൃതിക്ക് അഭിപ്രായപ്പെടാൻ പറ്റും? എനിക്കറിയാത്ത കാര്യം ഞാൻ പറയില്ല. ഇല്ലല്ലോ. അപ്പൊ കൈക്കൂലി വാങ്ങി എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ തെളിവില്ല. അല്ല, തെളിവ് രേഖപ്പെടുത്തിയിട്ട് അയാൾക്ക് മരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല സാർ. 100% അത് തന്നെയാണ്. പക്ഷേ തെളിവിൽ അതിന് ഉത്തരം തെളിവ് ഉണ്ട് എന്നല്ല, തെളിവില്ല എന്നുമല്ല. 100% ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, അപ്പൊ നമ്പർ 1 കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോധ്യമാണ്. അതെ, ഈ വിഷയത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയാണ് മെഡിക്കൽ കോളേജിൽ ഈ വിഷയത്തിൽ കൈക്കൂലി വാങ്ങി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്, കൈക്കൂലിയുടെ കാര്യത്തിൽ അവിടെ. 2, ഡോക്ടർമാരുടെ എണ്ണം കുറവാണോ? 17 ഡോക്ടർമാർ, 4 പ്രൊഫസർമാരടക്കം 17 ഡോക്ടർ. എണ്ണമൊക്കെ എടുത്തോളൂ. 3 അവിടെ ഇല്ലേ? ഇത്രത്തോളം സാങ്കേതികമായി വൈകാരികത എനിക്ക് മനസ്സിലായി. പക്ഷേ സിസ്റ്റം എറർ എന്ന് പറയണമെങ്കിൽ വൈകാരികമായി മനുഷ്യത്വപരമായി സമീപിച്ചില്ല എന്നതാണോ ഉദ്ദേശിച്ചത്? വേണു മരിച്ചിട്ടില്ല എന്ന് കൂടി പറഞ്ഞ സ്മൃതി പറയുന്നത് എന്താണ്? സിസ്റ്റം എറർ ആണെന്നാണോ പറയുന്നത്? മനുഷ്യത്വപരമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചില്ല എന്നാണോ പറയുന്നത്? ഈ സിസ്റ്റത്തിൽ പെടുന്നതാണ് ഈ മനുഷ്യത്വപരമായി വിശദീകരിക്കലും. അപ്പൊ 5 ഘടകങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ മുഴുവൻ കിട്ടാതെ തന്നെയാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ഒരു രോഗിയാണല്ലോ. അങ്ങ് പറയുന്നുണ്ടല്ലോ, അടിയന്തരമായിട്ടാണല്ലോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. 5 ദിവസമായി അവിടെ കിടക്കുന്നു. വിദഗ്ധരോട് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. സ്മൃതിയുടെ ധാരണ എന്താണ്? 24 മണിക്കൂർ ഒരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച് ക്രിയാറ്റിൻ അളവ് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, ക്രിയാറ്റിൻ അളവ് കൂടി നിൽക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആൻജിയോഗ്രാം കൊടുക്കാൻ കഴിയുമോ? നോക്കൂ, അതാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഈ രോഗി വന്നിട്ട് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പറഞ്ഞു വിടുന്ന രോഗിയോട് നിങ്ങൾക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ മെഡിസിൻ കൊടുത്തോ? ഹെപ്പാരിൻ കൊടുത്തോ? പറഞ്ഞോ ഇല്ലയോ? 31-ാം തീയതി കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ? 2-ാം തീയതി കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ?
3-ാം തീയതി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്ന ദിവസം ഉച്ചയ്ക്കാണ് അൻവർ സാദത്ത് പറയുന്ന ആൾക്ക് ഈ ഓഡിയോ സന്ദേശം കൊടുക്കുന്നത്. മനസ്സിലാക്കേണ്ടത് ഈ ദിവസങ്ങളിലെ അനുഭവമാണ് ഒരാൾ പറയുന്നത്, അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം ഉണ്ടായ പ്രത്യേക അനുഭവം പറയല്ല. സ്മൃതി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചോദ്യം എന്താ, സിസ്റ്റം എറർ ആണോ? സിസ്റ്റം എറർ ആണെങ്കിൽ ഒന്ന് അവിടെ ഡോക്ടർമാരുടെ കുറവ് വേണം, അല്ലെങ്കിൽ ഡോക്ടർമാർ കൈക്കൂലി വാങ്ങി എന്ന് വേണം. 3, അവിടെ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു എന്ന് വേണം. ഈ പറയുന്ന ഒരു കണ്ടീഷനും അവിടെ ഇല്ല. ഡോക്ടർമാരുടെ എണ്ണമുണ്ട്, ഡോക്ടർമാർ ടേക്ക് കെയർ ചെയ്തു, അദ്ദേഹത്തിന് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തു, ആൻജിയോഗ്രാം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല, അതിൻ്റെ മെഡിക്കൽ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിച്ചു, അവിടുത്തെ കാത്ത് ലാബുകൾ പ്രവർത്തനക്ഷമമായിരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി സ്മൃതിയുടെ അറിവിലേക്ക് പറയാം, ഒരു കാരണവശാലും ഈ രോഗിക്ക് അവിടെ ഒരു തരത്തിലുള്ള മെഡിസിനും നിഷേധിക്കേണ്ട ആവശ്യമില്ല. കാസ്പിന്റെ ആനുകൂല്യം കൂടിയുള്ള രോഗിയായിരുന്നു, അതുപോലും എല്ലാ കണ്ടീഷൻസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ശരീരത്തിലേക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ നമുക്കെങ്ങനെ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും ആൻജിയോഗ്രാം കൊടുക്കണമെന്ന്? എങ്ങനെ പറയാൻ പറ്റുക? അതാണ് അതിന്റെ സാങ്കേതികത്വം. സാങ്കേതികത്വം പറഞ്ഞ് വിജയിക്കൂ. രോഗിയെ മനുഷ്യത്വപരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ശരീരത്തിന് താങ്ങാനാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളും ഡോക്ടർമാരെയൊക്കെ കാണുന്നതാണല്ലോ. അതെ, ഡോക്ടർ ചോദിക്കൂ. ആദ്യം രോഗിയോട് എന്താണ് നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, പബ്ലിക് ഡൊമൈനിലല്ലേ, നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം വരുന്നില്ലെന്നേ. സമയം പോവുകയാണ്. അല്ല, എന്താ കണക്ക് കൂടി പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് 3 സ്ഥാപനങ്ങളും സർക്കാർ മേഖലയിൽ നിന്നുള്ളതാണ്. അതിലൊന്ന് കോട്ടയം മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇത് കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുന്നുള്ളൂ, ലിസി ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് വീണ്ടും മെഡിക്കൽ കോളേജാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അതായത് ആദ്യത്തെ 5-ൽ 4 സ്ഥാനങ്ങളിലും നിൽക്കുന്നത് മെഡിക്കൽ കോളേജുകളാണ്. ആ മെഡിക്കൽ കോളേജുകളെ എഴുതിത്തള്ളാൻ ഞാനില്ല. Meet the editors.